Data structures and algorithms DSA സപ്ലി അടിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടാകാം. നിങ്ങൾക്കിപ്പോൾ പഠിക്കാനുള്ള ഒരു ഐഡിയ പലർക്കും ഇല്ലാതിരിക്കുന്നുണ്ടാകാം അല്ലേ? എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റാ സ്ട്രക്ചറിൻ്റെ ഏത് മൊഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ ആ സബ്ജക്റ്റ് നമുക്ക് പഠിച്ച് എക്സാം പാസ്സാകാം. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഡാറ്റാ സ്ട്രക്ചറിൻ്റെ സിലബസ് ഒന്ന് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 5th and 6th മൊഡ്യൂൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യനായി? 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായി. സോ 5th and 6th മൊഡ്യൂൾ ഫസ്റ്റ് കവർ ചെയ്യണം. ഓക്കെ, ഇതിൽ തന്നെ 6th മൊഡ്യൂൾ വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്ത വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ്. അതിൽ ആദ്യം പഠിക്കേണ്ടത് ഹാഷിംഗ്. ഹാഷിംഗ് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാഷിംഗ്, ഹാഷിംഗ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ദെൻ ഹാഷ് ഫങ്ഷൻ എന്താണ്, ഹാഷ് ഫങ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഹാഷിംഗ് ടെക്നിക്സ്, ഇതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്. ഈ ഹാഷിംഗ് പഠിക്കുന്ന ടൈമിൽ ഹാഷ് കൊളിഷൻ സംഭവിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആ സമയം ആ ഹാഷ് കൊളിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ആ കൊളിഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് പഠിക്കണം. അത് വേണം നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഹാഷ് കൊളിഷൻ റിസോൾവിങ് ടെക്നിക്സ്. ഹാഷിംഗ് ടെക്നിക്സും ഉണ്ട്, അതുപോലെ തന്നെ ഹാഷ് കൊളിഷൻ റിസോൾവിങ് ടെക്നിക്സും ഉണ്ട്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഒത്തിരി പേർക്ക് മാറിപ്പോകുന്നൊരു പ്രോബ്ലമാണ് ഈ രണ്ട് കാര്യങ്ങളും. അത് മാറിപ്പോകരുത്. ഹാഷ് കൊളിഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സിനകത്ത് പ്രോബ്ലംസ് ചോദിക്കാം. സോ പ്രോബ്ലംസ് സഹിതം അത് പഠിക്കണം. ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ചെയിനിങ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ടെക്നിക്സ്. അതുപോലെ മിഡ് സ്ക്വയർ മെത്തേഡ്, ഡിവിഷൻ മെത്തേഡ്, ഇതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, സോ ഇത് രണ്ടും മാറിപ്പോകരുത്. അത് നോക്കി ശ്രദ്ധിച്ച് പഠിക്കുക. പ്രോബ്ലംസും കൂടെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് മാക്സിമം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കാൻ കഴിയും. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ പഠിക്കേണ്ടേ? സെർച്ചിങ്. ആകെ കൂടി 2 സെർച്ചിങ് അൽഗോറിതംസ് ആണ് ഫ്രണ്ടിലുള്ളത്. ലീനിയർ ഓർ സീക്വൻഷ്യൽ സെർച്ചും ബൈനറി സെർച്ചും. ഈ സെർച്ചിങ് പഠിക്കുന്ന സമയത്ത് ആദ്യം വാട്ട് ഈസ് സെർച്ചിങ്, വളരെ സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു ഡെഫിനേഷനാണ്. ടു ഫൈൻഡ് എ എലിമെൻറ്റ് ഫ്രം എ ലിസ്റ്റ്. ഓക്കെ, സെർച്ചിങ്ങിനകത്ത് ലീനിയർ സെർച്ച് പഠിക്കുന്ന ടൈമിൽ ലീനിയർ സെർച്ചിൻ്റെ അൽഗോറിതം എടുത്ത് അനലൈസ് ചെയ്ത് വെക്കണം. അനലൈസ് ചെയ്ത് വെക്കാൻ പറഞ്ഞത് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അതുപോലെ ബൈനറി സെർച്ച്, ബൈനറി സെർച്ചും എന്താണെന്ന് ആദ്യം പഠിക്കണം. ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും തമ്മിലൊരു കമ്പാരിസൺ പഠിച്ചു വെക്കണം. പിന്നെ ഈ ബൈനറി സെർച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സോർട്ടിങ് ആവശ്യമുണ്ട്. സോ ബബിൾ സോർട്ട് അറ്റ്ലീസ്റ്റ് പഠിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ബൈനറി സെർച്ച് പഠിച്ചാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ തൽക്കാലം ഒരു സോർട്ടഡ് ലിസ്റ്റാക്കി പഠിച്ച് വെച്ചിട്ട് ബൈനറി സെർച്ച് പഠിക്കുക. ദെൻ ഉടനെ തന്നെ ബബിൾ സോർട്ടും കൂടെ പഠിക്കണം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും ഈ 2 സെർച്ചിങ് അൽഗോറിതംസും റിക്കേഴ്സീവായിട്ടും ഐട്രേറ്റീവായിട്ടും പെർഫോം ചെയ്യാൻ സാധിക്കും. ഐട്രേറ്റീവിനെയാണ് നോൺ റിക്കേഴ്സീവ് എന്ന് ചോദിക്കുന്നത്. സോ റിക്കേഴ്സീവ് ആൻഡ് നോൺ റിക്കേഴ്സീവ്, ഇത് 2 കേസും സെപ്പറേറ്റ് പഠിക്കുക. അല്ലാതെ ലീനിയർ സെർച്ച് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പിൽ മാത്രം ചെയ്ത് പഠിക്കരുത്. റിക്കേഴ്സീവായിട്ടും അതിൽ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ബൈനറി സെർച്ചും. റിക്കേഴ്സീവും ഉണ്ട്, നോൺ റിക്കേഴ്സീവും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലീനിയർ ആൻഡ് ബൈനറി സെർച്ച് ഈ 2 ടോപ്പിക്കിൽ നിന്നായിട്ട് 4 അൽഗോറിതംസും പഠിക്കണം. അൽഗോറിതംസ് മാത്രമല്ല പഠിക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്നത് മിക്കവാറും സ്യൂഡോ കോഡായിരിക്കും. അൽഗോറിതം എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ലാംഗ്വേജിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുന്നതാണ് അൽഗോറിതം. സ്യൂഡോ കോഡ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ കമ്പോണൻസ് വരാം, അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതായിരിക്കും മോസ്റ്റ്ലി ആൾക്കാരെല്ലാവരും പഠിക്കുന്നത്. സോ സ്യൂഡോ കോഡ് പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ ഫങ്ഷൻസ് പഠിക്കണം. അതായത് ഇതിനെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് കൊടുക്കുകയാണ്. ബൈനറി സെർച്ചിൽ പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷനകത്ത് വരുന്ന കോഡ്? ഓക്കെ, അങ്ങനെ ബൈനറി സെർച്ചിൻ്റെയും ലീനിയർ സെർച്ചിൻ്റെയും റിക്കേഴ്സീവും ഐട്രേറ്റീവിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ കൂടെ എഴുതി, പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതത്തില്ലേ, ആ ഫംഗ്ഷൻ കൂടെ എഴുതി വെച്ചിട്ട് പഠിച്ച് വയ്ക്കണം.
ഓക്കെ, എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഈ സബ്ജക്റ്റിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അൽഗോറിതംസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും പഠിക്കേണ്ടത് അവരുടെ കോംപ്ലക്സിറ്റി കൂടെ അനലൈസ് ചെയ്ത് വെക്കുക. ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കയറി പോസ്റ്റ്മോർട്ടം നടത്താനൊന്നും നിൽക്കണ്ട. ആ വാല്യൂസ് ഉണ്ടായിരിക്കും, അത് തൽക്കാലം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതം, അവിടെയാണ് അൽഗോറിതം അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആണ്. ആക്ച്വലി ഇതിൻ്റെ സെക്കൻഡ് പേപ്പറാണ് ഓക്കെ. സോ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഓരോന്നിൻ്റെയും അൽഗോറിതം എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് തൽക്കാലം നിങ്ങൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കാതെ എന്ത് ചെയ്താൽ മതി, ആ വാല്യൂസ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതിയാകും. ഓക്കെ, നെക്സ്റ്റ് 5th മൊഡ്യൂളിലേക്ക് കയറുന്നു. അവിടെ ആദ്യം പഠിക്കേണ്ടത് സോർട്ടിംഗ് തന്നെയാണ്. ഈ സോർട്ടിങ്ങിനകത്ത് ഫസ്റ്റ് പഠിക്കേണ്ടത് ബബിൾ സോർട്ട്. കാരണം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സോർട്ടിംഗ് മെത്തേഡാണ് ഈ ബബിൾ സോർട്ട്. ഓക്കെ, സോ ബബിൾ സോർട്ട് പഠിക്കുന്നു. ദെൻ സെലക്ഷൻ സോർട്ട് പഠിക്കുക. ദെൻ ഇൻസേർഷൻ സോർട്ട് പഠിക്കുക. ഈ 3 സോർട്ടിംഗ് പഠിക്കുമ്പോഴേക്കും ഏകദേശം കൺഫ്യൂഷനായി തുടങ്ങും. സോ സോർട്ടിങ്ങിന് തൽക്കാലം അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു. പഠിക്കുന്ന സമയത്ത് എന്തുകൂടെ പഠിക്കണം, കോംപ്ലക്സിറ്റി കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ 3 അൽഗോറിതംസും കൂടെ പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻസും എഴുതാൻ പഠിച്ചു വെച്ചിട്ട് ആ ടോപ്പിക്ക് തൽക്കാലം അവിടെ ഹോൾഡ് ചെയ്യുന്നു. പെൻഡിങ് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് പഠിച്ചാൽ മതി. തൽക്കാലം അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ദെൻ 5th മൊഡ്യൂളിനകത്ത് ആദ്യം വരുന്ന ടോപ്പിക്കാണ് ഗ്രാഫ് പഠിക്കുന്നു. ആക്ച്വലി ഡാറ്റാ സ്ട്രക്ചറിൽ എപ്പോഴും എല്ലാവരും പഠിക്കേണ്ടത് ലീനിയർ, നോൺ ലീനിയർ ആ ഒരു ഓർഡറിലാണ് പഠിക്കുന്നത്. സിലബസ് അനുസരിച്ച് കിടക്കുന്ന അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പെട്ടെന്ന് പഠിച്ചു തീർക്കാനുള്ള പോർഷൻസ് കവർ ചെയ്ത് വരും. അതാണ് നിങ്ങളുടെ ഗെയിം. സോ ഗ്രാഫിലേക്ക് പോകുന്നു. ഗ്രാഫ് പഠിക്കുന്ന ടൈമിൽ ആദ്യം എന്താ പഠിക്കേണ്ടതെന്നറിയോ, ഗ്രാഫ് ടെർമിനോളജീസ്. ഗ്രാഫും ട്രീയും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രീ ടെർമിനോളജീസും അതുപോലെ ഗ്രാഫ് ടെർമിനോളജീസും വേണം ഫസ്റ്റ് പഠിക്കേണ്ടത്. ഇവിടെ ഗ്രാഫാണ്. സോ ഗ്രാഫ് ടെർമിനോളജീസ് ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. ഗ്രാഫിൻ്റെ ടെർമിനോളജീസ് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ടേംസ് മാത്രമേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഗ്രാഫ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അത് പഠിക്കണം. ദെൻ ഗ്രാഫ് ട്രാവേഴ്സൽ, BFSും DFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത് ഫസ്റ്റ് സെർച്ചും. ഈ BFSും DFSും അൽഗോരിതം ചോദിക്കും, അതുപോലെ തന്നെ പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, ഇവിടെ ഒരാൾക്ക് സ്റ്റാക്കും ഒരാൾക്ക് ക്യൂവും ആണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ഐഡിയ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി സ്റ്റാക്കും ക്യൂ റിഫ്രഷ് ചെയ്തിട്ട്, കംപ്ലീറ്റ് പഠിക്കാനല്ല ഞാൻ പറയുന്നത്, എന്താണ് സ്റ്റാക്ക് എന്നും എന്താണ് ക്യൂ എന്നും പുഷും പോപ്പും അതുപോലെ NQ DQ, ക്യൂവിനകത്തുള്ള ഇൻസേർഷൻ ഡിലീഷൻ, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വന്നിട്ട് ഗ്രാഫിൻ്റെ അകത്തുള്ള ട്രാവേഴ്സിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ BFS DFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അതും കൂടെ ഫിനിഷ് ചെയ്ത് വയ്ക്കാൻ കഴിയും. ഓക്കെ, 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. 3 അൽഗോറിതംസ് പെൻഡിങ് ഇട്ടു, മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട്. ഈ 3 അൽഗോറിതംസ് പെൻഡിങ് ഇട്ടുകൊണ്ടാണ് ആ ടോപ്പിക്സ് പഠിച്ചത്. ഈ 3 പേരെ പെൻഡിങ് ഇടാതെ ഇതിൽ നിന്നും ക്വിക്ക് സോർട്ടും മെർജ് സോർട്ടും കൂടെ പഠിക്കാനുള്ളൊരു ശ്രമം നടത്തണം. ഓക്കെ, പഠിക്കാൻ പറ്റും, പഠിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തായാലും സാധിക്കും. ക്വിക്ക് സോർട്ടും മെർജ് സോർട്ടും. ഹീപ്പ് സോർട്ട് തൽക്കാലം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഹീപ്പ് സോർട്ടിൻ്റെ കോംപ്ലക്സിറ്റി മാത്രം തൽക്കാലം ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, 6th ആൻഡ് 5th മൊഡ്യൂൾ കവർ ചെയ്തിട്ട് നേരെ എവിടെ വരുന്നു, 3rd മൊഡ്യൂളിൽ വരുന്നു. സ്റ്റാക്ക് ഫസ്റ്റ് പഠിക്കുന്നു. സ്റ്റാക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് സ്റ്റാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സ്റ്റാക്കിനകത്ത് സ്റ്റാക്ക് യൂസിങ് അറേ, സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് രണ്ടുമുണ്ട്. പക്ഷെ ആദ്യം പഠിക്കുന്നത് സ്റ്റാക്ക് യൂസിങ് അറേ ആണ്. ഇതിനകത്ത് സ്റ്റാക്കിൻ്റെ പുഷും പോപ്പും ഈ 2 ഓപ്പറേഷൻസും പെർഫോം ചെയ്യണം. അതിനകത്ത് തന്നെ അണ്ടർഫ്ലോ, ഓവർഫ്ലോ 2 കണ്ടീഷൻസ് മറക്കരുത്. പുഷ് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ പോപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ എന്താ പഠിക്കേണ്ടത്, സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷൻ. സ്റ്റാക്കിൻ്റെ 2 ആപ്ലിക്കേഷൻ. ഒരെണ്ണം റിവേഴ്സ് എ സ്ട്രിങ്, അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ നെയിം ഒന്ന് സ്റ്റാക്കിൽ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് പുഷ് ചെയ്ത് നോക്കാം. ദെൻ അതിനൊന്ന് പോപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ നെയിമിൻ്റെ റിവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അത് തന്നെയാണ് സ്റ്റാക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, മറ്റൊരു ആപ്ലിക്കേഷനാണ് ഇവാലുവേഷൻ ഓഫ് എ എക്സ്പ്രഷൻ. ഇവിടെ ഇൻഫിക്സ്, പ്രീഫിക്സ്, പോസ്റ്റ് ഫിക്സ്. ഒരു എക്സ്പ്രഷൻ ഈ 3 രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻഫിക്സ്,
പ്രീഫിക്സ്, പോസ്റ്റ് ഫിക്സ്. ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഇൻഫിക്സ്. എ പ്ലസ് ബി അതൊരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. പ്രീഫിക്സ് പ്ലസ് എ ബി എന്നെഴുതി കഴിഞ്ഞാൽ അത് പ്രീഫിക്സ് ആയി. പോസ്റ്റ് ഫിക്സ് എ ബി പ്ലസ് എന്നെഴുതി കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഫിക്സ് ആയി. ഓക്കെ, ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ എങ്ങനെ പ്രീഫിക്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ എങ്ങനെ പോസ്റ്റ് ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇതിൻ്റെ അൽഗോരിതം ഒന്നും യൂസ് ചെയ്യാതെ ആദ്യം ഈ കൺവേർഷൻ എന്ന് പഠിക്കണം. ആദ്യം കൺവേർഷൻ പഠിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അൽഗോരിതം പഠിക്കാം. കൺവേർഷൻ ഓഫ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് അൽഗോരിതം. അത് അൽഗോരിതം പഠിച്ച് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് എന്താ പഠിക്കേണ്ടത്? പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ സ്റ്റാക്കിനകത്ത് പഠിക്കാനുണ്ട്. ഇംപ്ലിമെൻറ്റ് 2 സ്റ്റാക്ക് യൂസിങ് ആൻ അറേ. 2 സ്റ്റാക്ക് ഒരു അറയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന ടോപ്പിക്ക് ഒഴികെ ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ സ്റ്റാക്കിനകത്ത് ആയി. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ക്യൂ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്യൂ എന്താണെന്ന് പഠിക്കണം. ദെൻ ക്യൂവിനകത്തുള്ള 2 മേജർ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? എൻ ക്യൂ ആൻഡ് ഡി ക്യൂ. ഓക്കെ, ഇത് പഠിക്കുക. അവിടെയും ഇതുപോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ക്യൂ ഫുള്ളാണോ അതുപോലെ ക്യൂ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ക്യൂവിൻ്റെ ഡ്രോബാക്ക് എന്താണ്? ഈ കാര്യങ്ങളൊക്കെയാണ് ക്യൂവിനകത്ത് പഠിക്കേണ്ടത്. ക്യൂ യൂസിങ് അറേ തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റും തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫ് ക്യൂ. ആപ്ലിക്കേഷൻ ഓഫ് ക്യൂ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യൂ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സർക്കുലാർ ക്യൂ. സർക്കുലാർ ക്യൂവിനകത്തും എൻ ക്യൂ ഡി ക്യൂ അൽഗോരിതംസ് ഉണ്ട്, അത് മറക്കരുത്. അതുപോലെ തന്നെ പ്രയോറിറ്റി ക്യൂ, ഡബിൾ എൻഡഡ് ക്യൂ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യൂസ്. ഓക്കെ, ഇതും പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്റ്റാക്കും ക്യൂവും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന 3rd മൊഡ്യൂളിനകത്ത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. അതിനകത്ത് മെമ്മറി അലോക്കേഷൻ, ഡി അലോക്കേഷൻ, അലോക്കേഷൻ സ്കീംസ്, ഗാർബേജ് കളക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇത് മാക്സിമം 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. വളരെ പെട്ടെന്ന് ഇത് പഠിച്ചു തീർക്കാം. ഇത്രയും ടോപ്പിക്സ് പഠിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണെന്നറിയോ? 4th മൊഡ്യൂളിനകത്ത് ഈ മെമ്മറി മാനേജ്മെൻറ്റ് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കുണ്ട്, സ്ട്രിങ്സ്. സ്ട്രിങ് ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു സബ്സ്ട്രിങ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, ഒരു സ്ട്രിങ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, 2 സ്ട്രിങ്സ് തമ്മിൽ എങ്ങനെ കോൺകാറ്റനേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് സ്ട്രിങ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇത് പഠിക്കുന്ന സമയത്ത് അൽഗോരിതംസും ചോദിക്കാം, പ്രോഗ്രാംസും ചോദിക്കാം. സോ ആ അൽഗോരിതമും പ്രോഗ്രാമും കൂടെ പഠിക്കാതെ ഇരിക്കരുത്, അതും കൂടെ പഠിക്കണം. ഓക്കെ, സ്ട്രിങ് പഠിച്ച് കഴിഞ്ഞിട്ട് അതോടൊപ്പം ബാക്കി വരുന്ന ആരാണ്? ട്രീ. ട്രീക്കകത്തും ഫസ്റ്റ് പഠിക്കേണ്ടത് ട്രീ ടെർമിനോളജീസ്. ഗ്രാഫും ട്രീയും മറക്കരുത്. ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ടെർമിനോളജീസ് ആണ്. ഓക്കെ, ട്രീക്കകത്ത് ട്രീ ടെർമിനോളജീസ്, അതൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീ ടെർമിനോളജീസ് ഭംഗിയായിട്ട് പഠിച്ച് തീർക്കാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബൈനറി ട്രീ, അവിടെ നിന്നും ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി. ബൈനറി സെർച്ച് ട്രീക്കകത്ത് ഇൻസർഷൻ അതുപോലെ ഡിലീഷനൊക്കെ തന്നെ ഡിഫറെൻറ്റ് കേസസ് ഒക്കെ ഉണ്ട്. അത് മിസ്റ്റേക്ക് വരരുത്, അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. അതുപോലെ ട്രാവേഴ്സൽ, ഈ 3 കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 3 കാര്യങ്ങളും അവിടെ പെൻഡിങ് വെക്കണം. തൽക്കാലം ഇവരെ ഒന്ന് മാറ്റി വെക്കുന്നു, ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? 2nd മൊഡ്യൂളിൽ കാണാം. 2nd മൊഡ്യൂളിനകത്ത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് അറിയേണ്ടത് അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അവരുടെ ഒരു കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. സോ അതാദ്യം പഠിച്ചു വെക്കണം. അറേസ് അറിയത്തില്ലേ? അറേസ് ഓൾറെഡി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കാണ് അല്ലേ? ഈ അറേസ് എന്താണെന്ന് പഠിക്കണം. അതുപോലെ വെക്റ്റർ ഉണ്ട്, വെക്റ്റർ. അറേയും വെക്റ്ററും തമ്മിൽ ഡിഫറൻസ് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസിലേക്ക് പോകണ്ട, പകരം അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കണം, ആപ്ലിക്കേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കണം. അതിന് മുൻപ് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, അറേ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അത് തുടക്കത്തിൽ തന്നെ പഠിക്കേണ്ടതാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ച് തുടങ്ങുന്ന ഉടനെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അറേയും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ
ഈ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ, ലിങ്ക്ഡ് ലിസ്റ്റും അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഇതിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ആപ്ലിക്കേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു 3-4 ആപ്ലിക്കേഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്ത് പഠിച്ചു വെക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ. ഒരു പോളിനോമിയൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അത് പ്രോബ്ലമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഇനി ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഞാൻ പറയുന്ന ടോപ്പിക്സ് അതുപോലെ ഒന്ന് പഠിച്ചു വെക്കണം. ഫസ്റ്റ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. എന്താണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്? അതുപോലെ സ്റ്റെപ്പ് വൈസ് റിഫൈൻമെൻറ്റ്, അതുപോലെ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് മെത്തഡോളജീസ്. ഇതാദ്യം പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് അൽഗോരിതം എന്താണ് എന്ന് അറിയേണ്ടത്. സത്യത്തിൽ ഇതാണ് ആദ്യം പഠിക്കേണ്ടത്, പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും അല്ല പഠിച്ചതല്ലേ. പോട്ടെ, അപ്പോൾ അടുത്ത് അൽഗോരിതം എന്താണെന്ന് പഠിക്കണം. അൽഗോരിതം എങ്ങനെ അനലൈസ് ചെയ്യാം, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, ദെൻ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. ഇവിടെ ഒത്തിരി ഡീപ്പായിട്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് മാത്രം ആദ്യം പഠിച്ചു വയ്ക്കണം. അറിയാവുന്ന ടോപ്പിക്സ് ആണെങ്കിൽ ഡെപ്തിൽ പോകാം, അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻസ് മാത്രം പഠിച്ചു വയ്ക്കണം. എന്നിട്ട് ബൈനറി സെർച്ച് ട്രീ പെൻഡിങ് ഉണ്ടായിരുന്നില്ലേ, ആ ബൈനറി സെർച്ച് ട്രീനെ പഠിക്കണം. ബൈനറി സെർച്ച് ട്രീൻ്റെ ഇൻസേർഷൻ, അതുപോലെ ഡിലീഷൻ, ട്രാവേഴ്സൽ നിങ്ങൾ പഠിക്കാതെ പോകരുത്. ട്രാവേഴ്സൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രാവേഴ്സലിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. സ്റ്റാക്കിനകത്ത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇൻഫിക്സ്, പ്രീഫിക്സ്, പോസ്റ്റ് ഫിക്സ്. ട്രീ വരുന്ന സമയത്ത് പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. അതുപോലെ തന്നെ ബൈനറി സെർച്ച് ട്രീ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഹൈറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം. ചിലപ്പോൾ സെറ്റ് ഓഫ് നമ്പേഴ്സ് തരും, എന്നിട്ടൊരു ബൈനറി സെർച്ച് ട്രീ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് ഫൈൻഡ് ചെയ്ത് കൊടുക്കാൻ ചോദിക്കാം. സോ ബൈനറി സെർച്ച് ട്രീ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്, ബൈനറി സെർച്ച് ട്രീ ക്രിയേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ്, ട്രാവേഴ്സിൽ ചോദിക്കാം, ഇൻസേർഷൻ, ഡിലീഷൻ ചോദിക്കാം. ഇത്രയും കാര്യങ്ങളും കൂടെ എങ്ങനെയും പഠിക്കാൻ ശ്രമിക്കണം. ടഫാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള ഏരിയ ഒന്ന് സോർട്ടിങ്ങും ഒന്ന് ഈ ട്രീ ട്രാവേഴ്സിലുമാണ്. ബാക്കിയുള്ള ടോപ്പിക്സ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. മൊഡ്യൂൾസിൻ്റെ ഓർഡർ ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പഠിക്കേണ്ട സിക്സ്ത് മൊഡ്യൂൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരിക. ഫിഫ്ത്ത് മൊഡ്യൂളിനകത്ത് വന്നിട്ട് സോർട്ടിങ് പഠിച്ച് കംപ്ലീറ്റ് ഒരുമിച്ച് പഠിക്കാൻ പറ്റത്തില്ല. സോ 3 ടൈപ്പ് സോർട്ടിങ് പഠിക്കുക: ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്. സോ ഫസ്റ്റ് ബബിൾ സോർട്ട്, ദെൻ സെലക്ഷൻ സോർട്ട്, ദെൻ ഇൻസേർഷൻ സോർട്ട്. ക്യുക്കും മെർജും തൽക്കാലം മാറ്റി വെച്ചിട്ട്, ക്യുക്കും മെർജും ഹീപ്പ് സോർട്ടും തൽക്കാലം മാറ്റി വെച്ചിട്ട് ഗ്രാഫ് പഠിക്കണം. ഗ്രാഫ് പഠിച്ച് കഴിഞ്ഞിട്ടാണ് ക്യുക്കും മെർജും പഠിക്കുന്നത്. അവിടെയും ഹീപ്പിൻ്റെ കോംപ്ലക്സിറ്റി മാത്രം. 6th, 5th, 3rd, 4th ഈ 4 മൊഡ്യൂൾസ് പഠിച്ച് കഴിയുമ്പോൾ ജയിക്കാനുള്ള മാർക്കായി. പക്ഷേ നിങ്ങൾ 4 മൊഡ്യൂൾസിൽ നിർത്തരുത്. കാരണം നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാൻ ഒരുപാട് ചാൻസസ് ഡാറ്റ സ്ട്രക്ചറിനകത്തുണ്ട്. പ്രോബ്ലംസ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അൽഗോരിതംസ് എഴുതുന്ന ടൈമിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റേക്സ് വരാൻ ചാൻസ് കൂടുതലായത് കാരണം 6 മൊഡ്യൂൾസും പഠിക്കാം. കുറച്ച് ടോപ്പിക്സ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് വെച്ചിട്ട് ജയിക്കാനുള്ള മാർക്കൊക്കെ എന്തായാലും അതിൽ ഒപ്പിക്കാൻ പറ്റുന്നതാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. ബൈനറി സെർച്ച് ട്രീ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്ന് ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈനറി സെർച്ച് ട്രീ സ്കിപ്പ് ചെയ്യും. കാരണം അതിനകത്തും റിക്കേഴ്സീവും നോൺ റിക്കേഴ്സീവും ഒക്കെ വരുന്നുണ്ട്. റിക്കേഴ്സീവ് ആണ് ബൈനറി സെർച്ച് ട്രീയിൽ കൂടുതൽ വരുന്നത്. 6 മൊഡ്യൂൾസും പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ തന്നെ ബൈനറി സെർച്ച് ട്രീയും ലിങ്ക്ഡ് ലിസ്റ്റും ലാസ്റ്റ് പഠിക്കാൻ നോക്കുക. കാരണം ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കാൻ കഴിയുന്നതാണ്, അല്ലേ? ഒരു കാര്യം കൂടെ ഓർക്കുക, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ അറ്റൻഡ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.